ഒരു മിനിറ്റേലും മുട്ടുകുത്താൻ പറ്റുന്ന സമയത്ത് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാണോ പ്രാർത്ഥിക്കുന്നത്? ആരെല്ലാം വിചാരിച്ചാലും, ഇനി അസൂയാല് വിചാരിച്ചാലും, ഇനി തന്ത്രമുള്ളോ വിചാരിച്ചാലും, കൂടോത്രമുള്ളോ വിചാരിച്ചാലും, മന്ത്രം ചെയ്യുന്നോ വിചാരിച്ചാലും അവനെ മുട്ടുകുത്തിക്കാൻ പറ്റത്തില്ല. നമ്മളെ തകർക്കാൻ നോക്കുന്നവരെ തകർക്കാൻ പോയിട്ട് കാര്യമില്ല. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ എല്ലാം പതുക്കെ പതുക്കെ താന്നോളും. മുട്ടുകുത്തി നിങ്ങളെല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് ഓർക്കുക. യേശുവേ, എന്നിലൊരു അത്ഭുതം നടക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ. യേശുവേ, എന്നിലൊരു അത്ഭുതം നടക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ. ഈ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ഇടപെടുന്നത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം ഇടപെടുന്നത്, അതൊക്കെ കാണാനും അറിയാനും ഒരു ഭാഗ്യം എനിക്ക് തരണമേ. ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹമാണ്. സാമുവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടൊരു വചനം, എൻ്റെ മകനെ ദാവീദേ, യു ആർ ബ്ലെസ്സഡ്, നീ അനുഗ്രഹീതനാണ്. എന്തെന്നാൽ നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും, സക്സസ് ആകും. എൻ്റെ മകനെ ദാവീദേ, നിനക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, നിനക്ക് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും അല്ല പറഞ്ഞ്. എൻ്റെ മകനെ ദാവീദേ, യു ആർ ബ്ലെസ്സഡ്, നീ അനുഗ്രഹീതനാണ്. അനുഗ്രഹമുള്ള വ്യക്തികൾ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹമായി വരും, വിജയമായി വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ, എനിക്കിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മേലൊരു അനുഗ്രഹം വരണേ, എൻ്റെ മേലൊരു അനുഗ്രഹം വരണമേ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു കാര്യവുമില്ലാതെ എൻ്റെ വീട്ടിലെന്നും വഴക്കാണല്ലോ, വഴക്കുണ്ടാവുമോ എന്നൊരു പേടി എല്ലാ ദിവസവും ഉണ്ട്. നോക്കിയും കണ്ടൊക്കെയാ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്, മിണ്ടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചേ. സമയത്ത് ആഹാരം കഴിക്കണം, സമയത്ത് ഭക്ഷണം കഴിക്കണം. സമയത്ത് ഭക്ഷണം കഴിക്കാതെ അശ്രദ്ധയോടെ നീങ്ങി രോഗികളായവരുണ്ട്. ഡോക്ടർ അവരോട് പറഞ്ഞു, നിങ്ങൾ സമയത്ത് ഫുഡ് കഴിക്കണം, സമയത്ത് ആഹാരം കഴിക്കണം, നല്ല പ്രായത്തിൽ എത്തേണ്ടിടത്ത് എത്തണം. ചെറുപ്പം മുതലേ മാറാത്ത തലവേദനയുള്ളവർ, ചെയ്തതൊക്കെ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് ഭാരപ്പെടുന്നവർ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ദൈവം എന്നിലൊരത്ഭുതം ചെയ്യുന്നത് എനിക്കിന്ന് അനുഭവിക്കാൻ കഴിയണം. പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രാർത്ഥിക്കുക, ദൈവം ഇതിനകത്തൊരു മിറക്കിൾ ചെയ്യുക, ഒരു അത്ഭുതം ചെയ്യുന്നത് എനിക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റണം. അതൊരനുഗ്രഹമാണ്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഇത്രയും ആരാധിച്ചാൽ പോരാ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലൊന്നുമല്ല, എൻ ആവശ്യമെല്ലാം നിറവേറ്റിയതിനുമാലല്ല,
എനിക്കായി മരിച്ചതിനാൽ ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ പുതിയ വർഷത്തിലെ തീരുമാനമാണ്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ ഒന്ന് പാടിയേ. അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാടിയേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ. പിന്നെയോ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. പാടിയേ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എല്ലാവരും ചേർന്ന് പാടുമോ? യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും നല്ലൊരു വർഷത്തിൻ്റെ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക്, പ്രോത്സാഹനത്തിന് നന്ദി. ഒത്തിരി പേർ നല്ല സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നത്. താഴെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇങ്ങോട്ട് ആളുകൾ കയറി വരാതിരിക്കാൻ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. ഒത്തിരി അസൗകര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം വിശുദ്ധ കുർബാന നൽകിയ സമയത്ത് വളരെ അച്ചടക്കത്തോടെ എല്ലാ കാര്യങ്ങളും പോയത്. അത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് താഴെ ചെന്നപ്പോൾ വൈദികർ പറഞ്ഞു എല്ലാം നല്ല കൃത്യതയോടെ പോയി. അതെല്ലാം അങ്ങനെ നടക്കാൻ കാരണം ഇവിടെ ഒരു ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്ത് ദൈവ സാന്നിധ്യം അത് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, തേനുള്ളിടത്ത് അല്ലെങ്കിൽ മധുരമുള്ളിടത്ത് ഉറുമ്പ് വരും, മധുരമുള്ളിടത്ത് പഞ്ചസാര ഇട്ടാൽ അല്ലെങ്കിൽ മധുരമുള്ള ഒന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പിനോട് പറയുമൊന്നും വേണ്ട, ഇന്ന സ്ഥലത്ത് മധുരമുണ്ട് പോയി എടുത്തോളാൻ പറയണ്ട, എങ്ങനെയും കണ്ടുപിടിച്ച് അവിടെ വരും, എങ്ങനെയും അവിടെ വരും. ആ മധുരം അത് തപ്പിപ്പിടിച്ച് വരും. അതുപോലെയാണ് നമ്മളും. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, ഒരു അനുഗ്രഹം കിട്ടുമെന്ന് അറിഞ്ഞാൽ ഇനി ബ്ലോക്കായാലും വരും, ഇനി പ്രതിസന്ധി ആയാലും വരും. അതാ ഇവിടെ ആരും പ്രസംഗിക്കുന്നതിൻ്റെ പ്രത്യേകതയല്ല, ആ ദൈവ സാന്നിധ്യം മധുരം പോലെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊതിയോടും ആഗ്രഹത്തോടും കൂടെ നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഒത്തിരി സമ്മതിക്കുന്നുണ്ട്. കാരണം എത്ര സമയമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര സമയമായി? മിനിമം നമ്മൾ ഫോണിൽ നോക്കിയിട്ട് മണിക്കൂർ നേരമായി. 5 മിനിറ്റിനുള്ളിൽ 10 പ്രാവശ്യം ഫോണിൽ നോക്കുന്നവരാണ് നമ്മൾ. ആരാ മെസ്സേജ് ഇട്ട്? എത്ര നേരമാണ് ഫോൺ സൈലൻ്റാക്കി ബാഗിൽ വെച്ചിരിക്കുന്നത്, കീശയെ വെച്ചിരിക്കുന്നത്? അത് തന്നെ ഒരു വിലയാണ്, നമ്മൾ കൊടുക്കുന്ന വിലയാണ്. ആ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നൊരു വിലയാണ്. അതിന് പോലും പ്രതിഫലമുണ്ട്, ഒരനുഗ്രഹമുണ്ട്. പിന്നെ ദൈവം എല്ലാം ഏറ്റവും നല്ല പാത്രത്തിലെ വിളമ്പത്തുള്ളൂ. നമ്മൾ പാല് കാണുന്ന ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിക്കത്തില്ല. ആ പാത്രം നമ്മൾ നോക്കും. പാത്രം നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴുകി എന്നിട്ടാണ് പാൽ അതിനകത്ത് ഒഴിക്കുക. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വിളമ്പുന്നതിന് മുമ്പ് ആ പാത്രം നോക്കും, ഇല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു
നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒരു ഭക്ഷണത്തിന് വീട്ടിൽ പോയാൽ നമ്മൾ ആ പാത്രം നോക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, വൃത്തിയുള്ളതാണോ നോക്കും. എന്നിട്ട് അതിനകത്തോട്ട് ചോറ് വിളമ്പുന്നത്, വെള്ളം ഒഴിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചില അനുഗ്രഹങ്ങളെ വിളമ്പുവാണ് ഒരു പാത്രത്തിൽ നിന്ന് വേറെ ജീവിതമാകുന്നൊരു പാത്രത്തിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിന് എന്നെ യോഗ്യനാക്കണമേ. അങ്ങ് ജീവിതത്തിലേക്ക് വിളമ്പാൻ ആഗ്രഹിച്ചത് എൻ്റെ ഒരു കുറവ് കൊണ്ട് അത് കിട്ടാതെ പോലെ, എൻ്റെ ഒരു കുഴപ്പം കൊണ്ട്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അഴുക്ക് കൊണ്ട് അത് കിട്ടാതെ പോകല്ലേ. ദൈവം അനുഗ്രഹത്തെ ഭക്ഷണം വിളമ്പുന്നത് പോലെ പ്രാർത്ഥനയിൽ വിളമ്പുന്ന ഒരു നല്ല സമയമാണിത്. ഇതൊരു അനുഗ്രഹമാണ്. ഇതൊരു അനുഗ്രഹമാണ്. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹമാണ്. എത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നത് അനുഗ്രഹമാണ്. ഇന്നത്തെ കാലത്ത്, ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഒത്തിരി നിലയും വിലയുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അതെല്ലാം ഒരു ഭാഗ്യമാണ്, സമയം കണ്ടെത്തി വന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നത്, എങ്കിലും ഒന്ന് ചെറിയ വാക്ക് പറയുവാണ്. ഈ ശുശ്രൂഷ എനിക്ക് മനസ്സിലായത്, ഈ ആലയത്തെ അല്ല ഞങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കളർ പെൻസിലായിട്ടാണ്. എന്തായിട്ടാ? നിങ്ങളുടെ കുട്ടികൾ അവരുടെ ബോക്സിലുണ്ട് കളർ പെൻസിൽ, പല കളറുള്ള പെൻസിലാണ്. അതാണ് ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് കളർ കൊടുക്കും. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന ഒത്തിരി പേർ കളർ പോയവരാണ്, ജീവിതം പോയവരാണ്, സ്വപ്നം തകർന്നവരാണ്, ഭാവി നഷ്ടപ്പെട്ടവരാണ്, മരിക്കണമെന്നൊക്കെ പറഞ്ഞവരാണ്. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ മരിക്കാതിരിക്കാൻ ആ ജീവിതങ്ങൾക്ക് കളർ കൊടുക്കുവാണ്. ശരിയാവും, നല്ലതായിട്ട് വരും, ടെൻഷൻ ആവണ്ട, ഇത്രയൊക്കെ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷെ അവരുടെ മുഖം തെളിയും, മുഖം തെളിയാൻ തുടങ്ങും. ഞാൻ എന്നെ കാണുന്നത് ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കളർ പെൻസിൽ മാത്രമാണ്. കുറേ ജീവിതങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ചെറിയ ഉപദേശം കൊടുത്ത് ജീവിതത്തിനൊരു കളറ് കൊടുക്കുവാണ്. അല്ലെങ്കിൽ ഡെയിലി ബ്ലെസ്സിങ്, നിയോഗ പ്രാർത്ഥന, ശുശ്രൂഷയൊക്കെ ബുദ്ധിയിലുണ്ടായതല്ല, അത് ആത്മാവിൽ ഉണ്ടായതാണ്, അത് പ്രാർത്ഥനയിലുണ്ടായതാണ്. പ്രാർത്ഥനയിൽ ചിലതൊക്കെ ജന്മം കൊള്ളും, ജനിക്കും. അങ്ങനെ ജനിച്ചതാണ് ആ പ്രാർത്ഥന. അതെത്രയോ ആളുകളുടെ ജീവിതത്തിന് കളറ് നൽകി. ദിവസവും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന എത്ര പേർ ഈ നാട്ടിൽ മദ്യപാനം നിർത്തിയിട്ടുണ്ടെന്നറിയാവോ? എൻ്റെ ഉപദേശം കൊണ്ടൊന്നുമല്ല, ഈ പ്രാർത്ഥന കൊണ്ട് ഈ നാട്ടിൽ എത്ര പേർ മദ്യപാനം നിർത്തി, അവരുടെ ചില കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ചു, കുടുംബ സന്തോഷമായി, ജീവിതത്തിന് കളറായി. ചില ആളുകളുടെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ അവരുടെ മുഖത്തിപ്പോൾ ഒരു ചിരിയൊക്കെ ഉണ്ട്, ഒരു സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്ക് കളറ് നൽകാൻ ഒരു കളർ പെൻസിലായി ഈ ശുശ്രൂഷയെ മാറ്റിയതിന് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളാരും ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല, വെറും പച്ചയായ കുറേ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന ഞാൻ അമാനുഷികതയുള്ള അത്ഭുത പ്രവർത്തകൻ ഒന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ, ഒരു സാധാരണയാൾ, കുറച്ചുകൂടെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന, പെട്ടെന്ന് വിഷമം വരുന്ന ഒരാൾ, പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാൾ, നിങ്ങളെക്കാൾ താഴെയായിരിക്കും എൻ്റെ സ്ഥാനം ചിലപ്പോൾ, ഫീലിങ്സിൻ്റെ കാര്യത്തിൽ, ടെൻഷൻ്റെ കാര്യത്തിൽ. പക്ഷേ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ, പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാനൊക്കെയും ദൈവം ഇടവരുത്തി. ദൈവത്തിന് നാം നന്ദി പറയുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇന്നലെ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷ ഈ തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്, എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ, വീട് പണിയുന്ന പോലെ ഒരു തലമുറയെ പണിത് കൊണ്ടുവരണം, പണിത് ഉയർത്തണം. ഏത് പണിയുന്ന പോലെ? വീട് പണിയുന്ന പോലെ. വീട് പണിയാൻ എന്നാ പാടാ?
ഒരു കോൺട്രാക്റ്റ് ഏൽപ്പിച്ചാൽ പുള്ളി അങ്ങ് പണിതോളും. പക്ഷെ നമ്മളങ്ങ് പണിയാനാണ് തുടങ്ങുന്നതെങ്കിലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അതൊന്ന് വീട് കയറിക്കൂടാൻ പാകത്തിൽ എന്തെല്ലാം ഒരു വീട് പണിയുന്ന പോലെ ഒരു തലമുറയെ നമ്മൾ പണിതെടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 25 വയസ്സാകുന്നതിന് മുമ്പ് എത്തേണ്ട സ്ഥലത്ത് നല്ല അനുഗ്രഹത്തോടെ എത്തണം. എത്ര വയസ്സാണ്? അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഒന്ന് ചിന്തിക്കും. ഞാൻ ഇനിയൊരു തലമുറയെക്കുറിച്ച് പറയുവാണ്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ഇന്നലെ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ പറയുവാണ് കേൾക്കാത്തവർക്ക് വേണ്ടി. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട്, നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരുണ്ട്, 4 പിള്ളേരുണ്ട്, 5 പിള്ളേരുണ്ട്, ഒരാളുണ്ട്. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് നിങ്ങളുടെ പള്ളിയിലെ ആൾക്കാർ അല്ല നിങ്ങളുടെ കുടുംബക്കാർ മിനിമം 10 പേരേലും പറയണം, സുഹൃത്തെ നിൻ്റെ പിള്ളേർ നിനക്കൊരനുഗ്രഹമാണല്ലോ. സഹോദരി, നിങ്ങളുടെ പിള്ളേർ നല്ല ഒരു കൊച്ചാണ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമുള്ള ആളാണല്ലോ. നമ്മുടെ ചെവി കൊണ്ട് വേറെ ഒരു 10 പേര് പറയുന്നത് കേൾക്കാൻ ഇടയാകത്തക്ക വിധം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, പിള്ളേരെല്ലാവരോടും പറയാം, രക്ഷപ്പെട്ടു വരണം. ഒരാളും നശിച്ചു പോയേക്കല്ലേ. നമ്മുടെ മക്കളെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരമുയർത്തിയും ഇനിയൊരു തലമുറയെ വീട് പണിയുന്ന പോലെ പണിതെടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ചിലതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒത്തു നിൽക്കുകയാണെങ്കിൽ, കൂട്ടത്തിൽ ഒരുമിച്ചൊരു കൂട്ടായ്മയായി പ്രാർത്ഥിച്ചാൽ ഒരാളും നഷ്ടപ്പെട്ടു പോവില്ല. ഇങ്ങനെയൊക്കെ മനസ്സോടെ പ്രാർത്ഥിക്കുക. ഇതിൽ ലാഭം പ്രതീക്ഷിച്ചോ കുറേ പൈസ കൊണ്ട് ഇവിടെ സ്തോത്രക്കാഴ്ച ഇടുമെന്ന് വിചാരിച്ചൊന്നുമല്ല ഈ പ്രാർത്ഥന പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആരുടെയും പണമോ ദശാംശമോ സ്തോത്രക്കാഴ്ച ഒന്നും ഇവിടെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തരിക, ഇല്ലെങ്കിൽ തരണ്ട. സന്തോഷമായിട്ട് വന്ന് പോയാൽ മതി. സന്തോഷമായിട്ട് പോയാൽ മതി. പണം പ്രതീക്ഷിച്ചല്ല. പക്ഷെ നമുക്കൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി പേർ, എനിക്കറിയാവുന്ന ഒരുപാട് പേർ രക്ഷപ്പെട്ട് കയറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദോഷവും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒന്നത് വായിച്ച് 28 വാക്യം അല്ലെങ്കിൽ 24 വാക്യം ഒന്ന് വായിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 വാക്യം. നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരു വീട് പണിയുന്ന പോലെ പണിയാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എൻ്റെ ഈ വചനങ്ങൾ, ഈ വാക്കുകൾ ശ്രവിക്കുകയും കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് പാറയുടെ പുറത്ത് വീട് പണിതവനെ പോലെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും തകരത്തില്ല. അടുത്ത ഭാഗം, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. അവസാനത്തെ വാക്കൊന്ന് വായിച്ചേ. എങ്കിലും അത് വീണില്ല. വീഴ്ത്താൻ നോക്കി, അത് വീണില്ല. അത് പണിതേൻ്റെ ഗുണമാണ്. ഇതുപോലെ പണിയണം ഒരു തലമുറയെ. ഇതുപോലെ പണിയണം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺമക്കൾ ഒരാളുടെ കൂടെ ഒളിച്ചോയിന്ന്, ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, കേൾക്കാനിടയാവില്ല. നിങ്ങളുടെ മകൻ ഇന്നതുപോലെ അവിടെ ഉണ്ട് എന്ന് കേൾക്കാനിടയാകില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു തലമുറയെ പണിതെടുക്കുകയാണ്. ഈ വീട് പണി പാറമേൽ അടിസ്ഥാനം. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അങ്ങനെയുണ്ടായി, ഇങ്ങനെയുണ്ടായി, എങ്കിലും അത് വീണില്ല. അതാ മുമ്പ് നമ്മൾ എഴുതി തന്ന ആ പേപ്പറിനകത്തെ പ്രാർത്ഥന. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം അല്പനേരം കേൾക്കുന്ന ഒരു വചനമാണ് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ഇത് കേൾക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ
ദൈവം സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ? പ്രതീക്ഷയോടെയാണോ കേൾക്കാനിരിക്കുന്നത്? കൊതിയുള്ളൊരു മനസ്സോടെയാണോ? എങ്കിൽ ഈ വചനം ഒന്ന് കേട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41 മുതലുള്ള വാക്യമാണ്. അനന്തരം ഏലിയ ശ്രദ്ധിച്ചു കേൾക്കുവാണ്, വായിക്കാൻ വേണ്ടി വായിക്കുവല്ല. ഞാൻ പ്രസംഗം ഒരുങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ച് എന്തോ പറയുവല്ല. പ്രസംഗം ഒരുങ്ങിയിട്ടുണ്ട്. പറയാനുള്ളത് മനസ്സിൽ ബുക്കിൽ ഡയറിയിൽ എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കൃത്യതയോടെയാണ് പറയുന്നത്. അരിഞ്ഞ് വേയിച്ച് അത് നന്നായി വിളമ്പുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ വചനമാണ് പ്രസംഗിക്കുന്നത്. 41-ാമത്തെ വാക്യമാണ് വായിച്ചത്. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. നീ പോയി ഫുഡ് കഴിച്ചോ, നീ പോയി ശാപ്പാട് കഴിച്ചോ, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ പോയി ഭക്ഷണവും പാനീയവും കഴിക്കുക. വലിയ മഴ ഇരമ്പുന്നു. ആ വാക്ക് ശരിക്കോടെ ഫോക്കസ് ചെയ്യുവാണ്. വലിയ മഴ, ചാറ്റൽ മഴയല്ല, ചെറുതായിട്ടൊരു മഴയല്ല. എങ്ങനത്തെ മഴയാ? വലിയ മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞാൽ മഴ. കൽപ്പറ്റയിൽ മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്ത് മഴ ഇരമ്പത്തില്ല. ആ ഒച്ച കേൾക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണും, അങ്ങ് മഴ പെയ്ത് അപ്പുറത്തെ മലയിൽ അപ്പുറത്തെ സ്ഥലത്ത് മഴ പെയ്ത് വരുമ്പോൾ ആ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഇരമ്പൽ. നമ്മൾ മുറ്റത്ത് തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ വേഗം നമ്മളൊരു മഴ ഇരയ്ക്കുന്നുണ്ട്, മഴ വരുന്നുണ്ട്, വേഗം പോയി തുണിയൊക്കെ എടുത്ത് അകത്തേക്കിടും. വലിയ മഴ ഇരമ്പുന്നു. ശരിക്കും ശ്രദ്ധിച്ചേ. വലിയ മഴ വരുമ്പം വീട്ടിലേക്കോ മഴ നനയാതൊരു സ്ഥലത്തേക്കോ അല്ല കയറി നിൽക്കേണ്ടത്. ഏലിയ എങ്ങോട്ട് പോയി? ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ആഹാബ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഫുഡ് കഴിക്കാൻ പോയി. പുള്ളി നേരെ മഴയെ നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ പോയി. ഏലിയ എന്ത് ചെയ്തു? ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. മഴ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി ഇരിക്കാനുള്ളതിന്, അതും ചെറിയ ചാറ്റൽ മഴയൊന്നുമില്ല, വലിയ മഴ. പക്ഷേ ഏലിയ എങ്ങോട്ടോ ഓടിയേ? കാർമൽ മലയുടെ മുകളിൽ കയറി. ഇത് മഴയുടെ കാര്യത്തിൽ മാത്രമല്ല. നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ, നല്ല ഒരു അനുഗ്രഹം വരും കേട്ടോ, നിങ്ങളുടെ പിള്ളേർ രക്ഷപ്പെടുമെന്ന് കേട്ടാൽ ഇനി അങ്ങ് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്കല്ല പോകേണ്ടത്. ഒരു മഴ ഇരമ്പുന്നു എന്ന് കേട്ടാൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഏലിയ എന്താ ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. ബാക്കി വായിച്ചേ. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. പോലെ ഇരുന്നു. ഒന്നും കൂടെ വായിച്ചേ. മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ്, നിലത്തുവരെ കുനിഞ്ഞ് മുഖം. ഇപ്പൊ ഈ മുഖം എവിടെയാ ഇരിക്കുന്നേ? ഏലിയായുടെ 2 മുട്ടിൻ്റെ ഇടയിലാക്കണമെങ്കിൽ 2 കാര്യം ഉറപ്പാണ്. പുള്ളിക്ക് നടുവേദനയില്ല, കൊടവയറുമില്ല. ഇത് 2 ഉള്ളവർക്ക് ഇത് പറ്റില്ല. അപ്പോൾ ഏലിയായ്ക്ക് എന്തൊക്കെയില്ല? വലിയ വയറുമില്ല, നട്ടല് ബൾജാകുന്ന നട്ടലാകലുന്ന ഒരു അസുഖവും പുള്ളിക്കില്ല. നിലം വരെ കുനിഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. വലിയ പാടാണ്. ഞാനൊന്ന് നോക്കി അതോടെ നിർത്തി. നമുക്കങ്ങനെ പാടാണ്, കുറച്ച് നേരേ പറ്റുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. വലിയ മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മലയുടെ മുകളിൽ കയറി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ചോദ്യം, അവിടെ എങ്ങാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അപ്പുറത്തെ മുറി ഇരുന്ന് പ്രാർത്ഥിച്ച് എന്തിനീ കാർമൽ മലയുടെ മുകളിൽ കയറി പോകുന്നത്? ചില അനുഗ്രഹങ്ങളെ കിട്ടാൻ ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ കയറിപ്പോണം. കാർമൽ നമ്മളാണ് ചോദിക്കില്ലേ, ഈ മഴ വരുന്ന സമയത്ത് ഇയാൾ എന്തിനാ ഈ മലയുടെ മുകളിലോട്ട് പോകുന്നത്? ഇവിടെ എങ്ങാനും ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ അപ്പുറത്തെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. മഴ വരാൻ പോവുക, എങ്ങോട്ടായി പടച്ച് പോകുന്നേ? ഇതൊരു സൂചനയാണ്. നിങ്ങളുടെ പിള്ളേർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആ പ്രശ്നം മാറും, ആ പ്രതിസന്ധി മാറും. അന്നേരം പുതപ്പ് പൊതിച്ച് കിടക്കരുത്. അപ്പോഴാ കൂടുതൽ പ്രാർത്ഥിക്കാൻ ആവേശത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. കാർമൽ മലയുടെ മുകളിൽ കയറി. അവിടെ ആരും കാണാനൊന്നുമില്ല. പക്ഷെ മുട്ടുമടക്കി മുഖം മുട്ടുകൾക്കിടയിലാക്കി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടോണ്ട് ഒരാളടുത്ത് നിൽപ്പുണ്ട്.
അവൻ ഭൃത്യനോട് പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു സഹായി ഉണ്ട്. ഇതെല്ലാം പുള്ളി മുട്ടുമടക്കിയിട്ടൊന്നുമില്ല, കുനിഞ്ഞിട്ടുമില്ല, ത്യാഗം എടുത്തിട്ടില്ല. പ്രാർത്ഥിച്ചത് ഒരാളാണ്. പ്രാർത്ഥിക്കാൻ ഒരാളേലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിചാരിച്ചോ, വലിയ മഴ പെയ്ത പോലെ വലിയ അനുഗ്രഹം ഉണ്ടാവും. ചെറുതല്ല, വലിയ മഴ എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനത്തെ മഴയാ? വലിയ മഴ. നമ്മളും കണ്ടിട്ടുണ്ട് വലിയ മഴ. വലിയ മഴ പോലെ വലിയ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ അടുത്ത ആരുണ്ട്? ഒരു സഹായി, ഒരു ഭൃത്യനുണ്ട്. അപ്പോൾ ഏലിയ ഇങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പം ഈ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. നീ പോയി കടലിൽ പോയി നോക്ക്, മഴ വരുന്നുണ്ടോ നോക്ക്. അല്ല, മുമ്പേ പറഞ്ഞു മഴ ഇരമ്പുന്നുണ്ടെന്ന്. പിന്നെ ഇതിനെ നോക്കാൻ പറഞ്ഞേ? പിന്നെ ഇതിനെ നോക്കാൻ? മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞാൽ മഴ അങ്ങ് 16 കിലോമീറ്റർ അപ്പുറത്തുള്ള കൽപ്പറ്റയിൽ പെയ്യുമ്പോൾ അതിൻ്റെ ഇരമ്പിൽ ഈ വടുവഞ്ചാല് കേൾക്കത്തില്ല. അടുത്ത് മഴ പെയ്തു വരുന്നതിന് ഇരമ്പിൽ കേട്ടിട്ട് ഇപ്പോൾ ഭൃത്യനോട് ചോദിക്കുവാണ്, നീ പോയി നോക്ക്. പോയി നോക്കിയിട്ട് എന്നാ പറഞ്ഞത്? അവൻ ചെന്ന് നോക്കിയിട്ട്, ആ ഭൃത്യൻ കടലിൽ പോയി നോക്കി മഴ വരുന്നുണ്ടോന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് ഏലിയ പ്രാർത്ഥിച്ച് കൂടെ നിന്നവനോട് പറഞ്ഞു, നീ പോയി നോക്ക്, വല്ല മഴ വരുന്നതിൻ്റെ ലക്ഷണം ഉണ്ടോയെന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥന നിർത്തരുത്. പലരും പറയും, നീ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല, എന്തേലും ശരിയായിട്ടുണ്ടോ? നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്താണോ തുടരെ തുടരെ പ്രാർത്ഥിക്കുന്നത്, അത് നടന്ന് ഒന്നെങ്കിൽ എൻ്റെ അടുത്തെത്തും, ഇല്ലെങ്കിൽ ഞാൻ നടന്ന് അതിൻ്റെ അടുത്തെത്തും. ഇതിലേതേലും ഒന്ന് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ എന്തേലും ഒരു കാര്യത്തിന് വേണ്ടി ഏലിയായെ പോലെ തുടർച്ചയായി അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അടുത്തെത്തും, അല്ലെങ്കിൽ ഞാൻ നടന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്തെത്തും. ഇതിലേതേലും ഒന്ന് നടന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോയി നോക്കിയിട്ട് ആ ഭൃത്യം ഒന്ന് പറഞ്ഞു, ഒന്നുമില്ല. അപ്പോൾ ഏലിയ പറഞ്ഞില്ല, ഈ പ്രാർത്ഥനയൊക്കെ വെറുതെയാ, ചുമ്മാ ഈ മല കയറി വരണ്ടായിരുന്നു. ഇതിങ്ങനെ മുട്ടുമടക്കി എൻ്റെ മുട്ടിന് പോയി, ഈ മണ്ണിൽ മുട്ടുകുത്തി വെറുതെ ഈ വെയിലും കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്നല്ല പറഞ്ഞത്. വാക്യം വായിച്ച അടുത്തത്, വീണ്ടും അവനോട് പറഞ്ഞു 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ആ 7 എന്നുള്ളത് ഒരു നിയോഗമാണ്. ആ 7 എന്നുള്ളത് പറഞ്ഞൊരു നിയോഗമാണ്. എന്തിനാ പറഞ്ഞു? നീ കുറച്ച് പ്രാവശ്യം പോയി നോക്കാനല്ല, ഒരു നമ്പർ കൊടുത്തു, നിങ്ങൾ 7 പ്രാവശ്യം. അങ്ങനെ പിന്നെ ഞാൻ 7 പ്രാവശ്യം അവിടെ പോയി നോക്കിയിട്ട് എന്ത് കാണാനാണ്? എന്ത് ഇങ്ങനെ പോയി നോക്കിയാൽ വല്ലതും നടക്കുമോ? 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അപ്പം ഇവിടെ അടുത്ത ഭാഗം ശ്രദ്ധിച്ചോ. 6 പ്രാവശ്യവും ഈ ഭൃത്യം പോയി നോക്കിയിട്ട് എന്നാ മറുപടി പറഞ്ഞേ? ഒന്നുമില്ല, ഒന്നും നടന്നിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെയാണ്, ചുമ്മാ തട്ടിപ്പാണ്, ഇതിലൊന്നും കഥയില്ല, കാര്യമില്ലെന്ന 6 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും ഭൃത്യം വന്ന് പറഞ്ഞു, ഒന്നുമില്ല. നിങ്ങളും അങ്ങനെയാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയും ഒന്നും നടന്നിട്ടില്ല. വീട്ടിലുള്ളവർ പറയും എന്നും ശരിയായിട്ടില്ല. നിങ്ങൾ ഈ പ്രാർത്ഥന നിർത്താവോ ഇത്? പലരും പറയും. ഇനി 7ാമത്തെ പ്രാവശ്യം പോയി നോക്കിട്ടോ. 44ാമത്തെ വാക്യം. 7ാം പ്രാവശ്യം അവൻ പറഞ്ഞു. 7ാം പ്രാവശ്യം കൃത്യ നിയോഗം പൂർത്തിയായി. 7ാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന്. ആ വാക്ക് ശ്രദ്ധിച്ചോ? ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരും. കേട്ടോണം, ആ വാക്കെല്ലാം ഗൗരവമുള്ളതാ. കടലിൻ്റെ അപ്പുറത്തുനിന്ന് ആ മൂളില് മനുഷ്യന്റെ കയ്യോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു, ഉയർന്നു വരുന്നത് ഞാൻ കാണുന്നു. ഒന്നും കൂടെ ആ വാക്യം ശ്രദ്ധിച്ചേ. ഇതെപ്പോഴാ ഇങ്ങനെയൊരു മേഘം ഉയർന്നു വന്നേ? ആ മേഘം ഉയർന്നതും വലിയ മഴയെ മാത്രം കണ്ടാൽ പോരാ, അപ്പുറത്തൊരു മനുഷ്യൻ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി പോലെ ഇരുന്നൊരു മനുഷ്യൻ ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുമ്പം അപ്പുറത്തൊരു കാര്യം ഉയർന്നു വരാൻ തുടങ്ങി. ആമേൻ. ആ
ഉയർന്നു വന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അനുഗ്രഹമുള്ള പലതും ജീവിതത്തിൽ ഉയർന്നുയർന്നു വരും. വിശ്വസിക്കുന്നു? ഇത് വാക്യം വായിക്കുമ്പോൾ ഇത് മഴ അല്ല, മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മഴയൊന്നും ചെയ്തില്ല, പഴയൊന്നും പെയ്തിട്ടില്ല. അതിനുവേണ്ടി ആ മഴ യാഥാർത്ഥ്യമാകാൻ ഒരു വലിയ പ്രാർത്ഥന അവിടെ നടന്നു. ചില അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ നല്ല പ്രാർത്ഥന ആവശ്യമാണ്. നല്ല പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് 100 കൂട്ടം തിരക്കുള്ളവരാണ്. ചിലപ്പോൾ അങ്ങനെ കാര്യമായി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഭയം വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരമുയർത്തും. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കേട്ടെ, നിങ്ങൾ ഈ ഏലിയായെ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സാമ്പത്തികം, വിദ്യാഭ്യാസം, അവരുടെ ആത്മീയ ജീവിതം താഴ്ന്നു താഴ്ന്നു പോകുമെന്നല്ല, ഉയർന്നുയർന്നു വരും. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു. അപ്പോൾ 7 പ്രാവശ്യവും പോയി നോക്കി. 2 പ്രാവശ്യം നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. നിയോഗം പൂർത്തിയാക്കി. 7 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം. ആ വാക്ക് ശ്രദ്ധിക്കണം. ചെറിയൊരു മേഘം ആകാശത്ത് കണ്ടാൽ ഇവിടെ ആരെങ്കിലും പറയുമോ മഴ പെയ്യൂന്ന്? ഒരിക്കലും പറയില്ല. ഒരു മനുഷ്യൻ്റെ കൈയോളം വലുപ്പമുള്ളൊരു മേഘം ആകാശത്ത് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കത്ത് പോലുമില്ല. ഒരു നിശ്ചിത ഏരിയ മുഴുവൻ മഴക്കാർ വരുമ്പോഴാണ് ഒരു ഇരുണ്ട അന്തരീക്ഷം വരുന്നത്. ഇതാകെ ഒരു മനുഷ്യൻ്റെ കൈ ഇത്രയുള്ളൊരു മേഘം ആകാശത്ത് കണ്ടാൽ നമ്മളതിനെ വലിയ കാര്യമായിട്ട് കാണത്തില്ല. ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെളിപ്പെടുന്നത് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും. അത് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. വാക്യം വായിക്കാൻ പിടി കിട്ടും. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. അപ്പോൾ ആഹാബ് പുള്ളി എന്തെടുക്കുക? പുള്ളി ശാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കാരണം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. അപ്പുറത്തേതോ മുറിയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉടനെ ഭൃത്യൻ ചെന്ന് പറയുവാണ്, നീ ഞൊടിയിടയിൽ മഴ തടസ്സമായി രഥം പൂട്ടി കുതിരപ്പുറത്ത് വേഗം വിട്ടോളാൻ പറഞ്ഞു കൊട്ടാരത്തിലേക്ക്. മഴ വരാൻ പോവാ. പിന്നെ മനുഷ്യൻ്റെ കൈയോളം വലിപ്പമുള്ളൊരു മേഘം ആകാശത്ത് കണ്ടാൽ കുതിരപ്പുറത്ത് കയറി രഥം പുറപ്പെടേണ്ട കാര്യമുണ്ടോ? വേഗം പുറപ്പെട്ടോളാൻ പറഞ്ഞു. ഇനി 45-ാമത്തെ വാക്യം. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി. നൊടിയിടയിൽ എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാണോ? 1.5 വർഷം കഴിഞ്ഞാണോ? എന്താ നിങ്ങളുടെ ഭാഷയിൽ നൊടിയിടയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം? വളരെ വേഗത്തിൽ, പെട്ടെന്ന് തന്നെ ആ മേഘം, ആ ആകാശം മുഴുവൻ ഒരു വലിയ മഴയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ്. മേഘാവൃതമായി, കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. ആ വാക്കൊന്ന് വായിച്ചേ, അവസാനത്തെ വാക്ക്. വലിയ മഴ പെയ്തു. നിങ്ങളെല്ലാവരും വാക്ക് വലിയ മഴ. അല്ല, ചെറിയൊരു കൈമേഘം ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. വലിയ മഴ എങ്ങനെയാ പെയ്യുന്നേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെളിപ്പെടുന്നത് ചെറിയ കാര്യമായാലും, ഒരു നിയോഗം എഴുതിയിടുന്ന ചെറുതല്ലേ, പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ചെറിയ കാര്യമല്ലേ? ചെറുതായി നിങ്ങൾക്ക് തോന്നിയാലും അത് പെയ്യുമ്പം അത് വലിയ മഴയായി പെയ്യും. എന്തു പെയ്യും? പറഞ്ഞേ, വലിയ മഴ. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി പേരോട് ചോദിച്ചു, രാവിലെ 5:30 ഒരു പ്രയർ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പരിചയമുള്ളവർ പറഞ്ഞു, 5:30 ആരും എഴുന്നേക്കില്ല ഫാദർ. ഞങ്ങളുടെ വീട്ടിലൊക്കെ 7 മണിയാകുമ്പോഴാണ് എഴുന്നേക്കുന്നത്. 5:30 ആരാ കാണുക? 10 മിനിറ്റല്ലേ ഉള്ളൂ, ഒരു പാട്ടൊക്കെ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, 5:30 നമുക്ക് തുടങ്ങാം. ഇനി അതൊരു വലിയ മഴയായിട്ടൊന്നും പെയ്യുന്നില്ല, നമുക്ക് സ്റ്റോപ്പാക്കാം. 5:30 10 മിനിറ്റ് പ്രാർത്ഥന തുടങ്ങിയത് ഈ സ്ഥലത്തുനിന്ന്. അതിന്ന്
ചാറ്റൽ മഴയായിട്ടൊന്നുമല്ല പെയ്തത്. ആമേൻ. അത് നിങ്ങളിൽ പെയ്തത് ചെറിയ ഒരു പൊടിമഴ പോലല്ല, വലിയ മഴയായിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. വലിയ മഴ. ഈ വലിയ മഴ എന്ന് കേട്ടപ്പം മഴ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇപ്പുറത്തിരിക്കുന്ന കാര്യം മറക്കല്ല്, ഒരു മനുഷ്യൻ അപ്പുറത്തിരിപ്പുണ്ട്, റാ പോലെ ചുരുണ്ട്. എവിടെ? കാർമൽ മലയുടെ മുകളിൽ മുട്ടുകുത്തി ഇരിക്കുക. എല്ലാവരും മഴ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാ ഈ വലിയ മഴ. ഞാൻ ഈ വചനം ശരിക്കും വിശ്വസിക്കുവാണ്. നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചാൽ വലിയ മഴ ഇന്നും പെയ്യും. ആമേൻ. വിശ്വസിക്കുന്നു കർത്താവേ. മഴ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയിൽ പെയ്യുന്ന മഴ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം പെയ്യിക്കുന്ന മഴയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു? ദൈവം പെയ്യിക്കുന്ന മഴ, ദൈവം പെയ്യിക്കുന്ന മഴ ചാറ്റൽ മഴയായി പെയ്തു പോകാനല്ല. എല്ലാവരും ആ വാക്ക് വിശ്വസിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഏലിയ കണ്ടത് വലിയൊരു മഴയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ദൈവം അയക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ മഴ ഈ 2026 പ്രകൃതിയിൽ കാണുന്ന മഴയല്ല കേട്ടോ, ദൈവാനുഗ്രഹത്തിൻ്റെ മഴ പെയ്യാനിടവരട്ടെ നിങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ, ജീവിതത്തിലൊക്കെ. കാര്യം ചെറിയൊരു മേഘമേ കണ്ടിട്ടുള്ളൂ. വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മളോട് പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ചെറിയൊരു മേഘമുള്ളൂ, എന്നാ മഴ പെയ്യാനാ? വലിയ മഴ പെയ്യും. അത് ദൈവാനുഗ്രഹമാണ്. വലിയ മഴ പെയ്യും, വലിയ മാറ്റം ഉണ്ടാവും. ചില വ്യക്തികളിൽ ഒരിക്കലും മാറത്തില്ലെന്നൊക്കെ വിചാരിച്ച വ്യക്തികൾ വലിയ രീതിയിൽ മാറിക്കളയും. നല്ല സാമ്പത്തികമായി കയറി വരും. വലിയ നല്ലൊരു ജോലി നിനക്ക് കിട്ടും. നല്ലൊരു ഭാവി നിനക്കുണ്ടാവും. ഇത് വിശ്വസിക്കുക. നെഗറ്റീവ് പറയണ്ട, പോസിറ്റീവാ. വലിയ മഴ പെയ്യും. ഇങ്ങനെ പറഞ്ഞില്ലല്ലോ മഴയൊന്നും പെയ്യത്തില്ലെന്ന്. എന്നാ പെയ്യാനാ? മഴ പെയ്തിട്ട് ഇപ്പം എന്തുണ്ടാകാനാ? ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞു. വലിയ മഴ പെയ്യും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളായിരിക്കും അടുത്തിരിക്കുന്നത്. വലിയ മഴ പെയ്യട്ടെ എല്ലാവരിലും. ഇനി അടുത്തത്, വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രലിലേക്ക് രഥം ഓടിച്ചു. അടുത്തത്, കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായി. എല്ലാവരും അത് കേട്ടെ. ആഹാബിന്റെ കൂടെയാണോ ഭൃത്യന്റെ കൂടെയാണോ ഉണ്ടായിരുന്നെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. കർത്താവിന്റെ കരം, ഇത് ദൈവത്തിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. ആരാ മുട്ടുമടക്കിയത്? ഏലിയ. ആരാ ഇങ്ങനെ വളഞ്ഞിരുന്നത്? ഏലിയ. ആരാ മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നത്? ഏലിയ. ഭൃത്യനോ ആഹാബോ അല്ല, ഏലിയ എന്ന ഒരാളാണ്. പലരും ചിരിച്ചു കാണും, പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട്, മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുക കാർമൽ മലയിൽ. പക്ഷെ ആരുടെ കൂടെയാ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നേ? ഏലിയായോട്. മുട്ടുമടക്കി പ്രാർത്ഥിച്ചവന്റെ കൂടെ കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ എത്ര മനുഷ്യന്മാരുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര മനുഷ്യരുടെ കൂട്ടുണ്ടെന്നറിയില്ല, എത്ര ആളുകളുടെ കൈയുണ്ട് കൂടെ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ മനുഷ്യരുടെയോ വീട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ കൈ കൂടെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കർത്താവിന്റെ കരം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. അല്ല, രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ആഹാബ് ഉണ്ടായിരുന്നു, ഒരു ഭൃത്യനുണ്ടായിരുന്നു. എന്നാൽ പറയുമ്പോൾ അങ്ങനെ കൂടി പറയണ്ടേ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കൂടെ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. നോ, അങ്ങനെയല്ല എഴുതിയിട്ടുള്ളത്. പ്രാർത്ഥനയുള്ള ഏലിയായോടുകൂടെ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഭാഗം കൂടിയുണ്ട്. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രൽ കവാടം വരെ ഓടി. അവിടെ മുൻപേ എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ, ഞാൻ വായിക്കാം. അവൻ അരമുറുക്കി ഏലിയ ആഹാബിന് മുൻപേ. ആദ്യം പോയതാരാ? ആഹാബിനോട് ഏലിയ പറഞ്ഞു, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാബിനോട് പറഞ്ഞു, വേഗം ഫുഡ് കഴിക്കലൊക്കെ നിർത്തി കുതിരപ്പുറത്ത് കേട്ടി രഥം പൂട്ടി പുറപ്പെടുക. ആദ്യം പോയതാരാ? ആഹാബാണ്. അപ്പൊ ആദ്യം എത്തേണ്ടതാരാ? പക്ഷെ ആദ്യം എത്തിയതാരാ? ഏലിയ. അതെന്ത് മറിമായം? പ്രാർത്ഥിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ പലരുടെയും മുമ്പിലെത്തിക്കും ദൈവം എന്ന് അതിൻ്റെ അർത്ഥം. ആഹാബ് മുന്നേ പോയോ പുറകെ കിടക്കുക. നോർമലായി ചിന്തിച്ചേ,
കുതിരപ്പുറത്ത് കയറി രഥം പൂട്ടി പുറപ്പെട്ടവൻ എത്ര നേരത്തെ എത്തേണ്ടതാ, പക്ഷെ പുള്ളി എത്തിയിട്ടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ ഓടി. ഒരാള് വണ്ടിയിലാ പോയെ, രഥത്തിലാ പോയത്. ഒരാൾ വണ്ടിയൊന്നും ഇല്ല, നടന്നാ പോയെ. നടന്നു പോയവൻ ആദ്യം എത്തിയെന്ന്. അതെങ്ങനെയാ? അത് വായിച്ചിട്ട് കുറേ പ്രാവശ്യം വായിച്ചിട്ട് പിടി കിട്ടിയില്ല. രഥത്തിൽ പോയവൻ, കാറിൽ പോയവൻ ആദ്യം എത്തേണ്ടതാ, പക്ഷെ നടന്നു പോയവൻ ആദ്യം എത്തി. ദൈവത്തിൻ്റെ കരവുള്ളവനെ, പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിനറിയാം അവനെ എങ്ങനെ മുമ്പിൽ കയറ്റി കൊണ്ടുവരണമെന്ന്. നിങ്ങളുടെ കുടുംബം എവിടെയെങ്കിലും നാണം കെട്ടു പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? നിങ്ങൾ പലരെക്കാളും മുമ്പിലെത്തും കേട്ടോ. വിശ്വസിക്കുന്നു. അവിടെ ആ വാക്ക് ഭയങ്കര അർത്ഥമുള്ള വാക്കാണ്. ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ, അവിടം വരെ എത്തി, മുൻപിലെത്തി. അതാണ് ദൈവാനുഗ്രഹം ഉള്ളവനെ ദൈവം മുമ്പിലെത്തിക്കും. വിശ്വസിച്ച ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഇതെന്ത് നല്ല കാര്യം, മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ഈ 2-ാം തീയതി കേൾക്കേണ്ട വചനമല്ലേ? മുമ്പിലെത്തേണ്ടത് ആഹാബാണ്. ആഹാബ് പുറകെ കിടക്കുക. ഇനിയൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചോ, എപ്പോഴേലും ഓർക്കും, ഉപകാരമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നവരെക്കാളും മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എത്തിയിരിക്കും. വിശ്വസിക്കുന്ന കർത്താവേ, വീടായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കോട്ടെ, പഠിത്തമായിക്കോട്ടെ, എന്തുവാകട്ടെ, ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവർക്കങ്ങനുണ്ട്, നമ്മളങ്ങ് പുറകിലായിപ്പോയി. നിങ്ങളുടെ മുൻപിൽ ഇന്നുണ്ടെന്ന് പറയുന്ന ഒത്തിരി പേരില്ലേ, അവരെക്കാൾ മുമ്പിൽ നിങ്ങളെ ദൈവത്തിന് എത്തിക്കാൻ പറ്റും. വിശ്വസിക്കുന്നു. അപ്പം ഇവർ ചിന്തിക്കും, പുള്ളി എവിടെ കിടന്ന ഒരാളാ, എങ്ങനെ ജീവിച്ചയാളാ, പുള്ളി അങ്ങനെ ആയേ. അത് ഈ അധ്യായത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം എവിടെയും ഒരിടത്തും പിറകിലാക്കത്തില്ല. കൂട്ടി ഗുണിച്ച് ഹരിച്ച് കുറച്ച് വരുമ്പം പ്രാർത്ഥിക്കുന്ന നിനക്കായിരിക്കും നേട്ടമുണ്ടാവും. പ്രാർത്ഥിക്കുന്ന നമ്മളെ പലരും പറയും ഒന്നും നടന്നിട്ടില്ല, പിന്നെ ചുമ്മാ കടലിൽ പോയി ഒന്നും നടന്നിട്ടില്ല. 6 പ്രാവശ്യം. ഇനി ഒരു കാര്യമുണ്ട്, ഏലിയ 6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തിയായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കുമായിരുന്നോ? 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കൃത്യം പോയിട്ട് പറഞ്ഞു ഒന്നുമില്ല എന്നാ. ഇനി ഈ പ്രാർത്ഥന വേണ്ട എന്നും പറഞ്ഞ് 6 പ്രാവശ്യം മുട്ടും എഴുന്നേറ്റ് പോയായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കത്തില്ലായിരുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ വലിയ മഴയായി പെയ്യുന്നതുവരെ പ്രാർത്ഥിച്ചോണം. പക്ഷെ ഒരു കാര്യം ഓർക്കട്ടെ, മഴ ഇരമ്പുന്നു എന്ന് പറഞ്ഞു, പക്ഷെ മഴ പെയ്തത് കുറേ കഴിഞ്ഞ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരും, തിങ്കളാഴ്ച അത് റെഡിയാകുമെന്നല്ല. ആ അനുഗ്രഹം യാഥാർത്ഥ്യമാകാൻ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോണം. ചില അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇങ്ങനെ ആളുകളോട് പറയാനോ മുമ്പിൽ നിൽക്കാനുള്ള കെൽപ്പോ ധൈര്യമോ കോൺഫിഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കാഴ്ചയിൽ പോലും ഞാനിങ്ങനെ ആയിരുന്നില്ല. 10 ദിവസം ഫുഡ് കഴിക്കാത്ത ഒരാളെ പോലെ ആയിരുന്ന എന്നെ കാണുന്നത് പോലും, എന്നെ കണ്ടിട്ടൊരാൾ പറഞ്ഞ ഒരു കാര്യം നിന്നെ ഒരു അപലക്ഷണം കെട്ട ഒരാളെ പോലെ തോന്നുന്നല്ലോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാഴ്ചയിൽ അത്ര ഭംഗിയില്ല, അത്ര ഒന്നിനുമില്ല, പല കാര്യത്തിലും മാറ്റി നിർത്തിയ ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയിരുന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ആ മനുഷ്യൻ പറഞ്ഞ്, അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖം എനിക്ക് അങ്ങനെ കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒത്തിരി പേരുടെ മുമ്പിൽ നിൽക്കുമെന്ന്. എനിക്ക് ചിരി വന്നു. ഒത്തിരി പേരുടെ മുമ്പിൽ നീക്കും, നീ ക്ലാസ് എടുക്കുന്ന പോലൊക്കെ ചിലരുടെ മുമ്പിൽ നിൽക്കുന്നൊക്കെ പണ്ട് എനിക്ക് ചിരി. സ്വപ്നത്തിൽ പോലും എനിക്കിത് ചിന്തിക്കാൻ പറ്റില്ല. സ്വപ്നത്തിൽ പോലും, വെറുതെ ഭാവനയിൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത് മുമ്പേ പാട്ടുകാരൻ പാടി, നനച്ചതിലും പിന്നെന്താ അത്യന്തം പരമായി. ഞാനിങ്ങനെ ഓർക്കുപാട്. അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനും പ്രാർത്ഥിച്ചൊരുപാട്. ഈ പുസ്തകം വായിച്ചു, ഈ ദൈവവചനം വായിച്ചു,
പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ബൈബിൾ വായിച്ചപ്പോൾ തന്നെ കുറേ പേര് കളിയാക്കി. എടാ, ബൈബിൾ വായിച്ചാൽ ഒന്നും കിട്ടത്തില്ല, ബൈബിൾ വായിച്ചാൽ നിനക്ക് എന്തെങ്കിലും അറിവ് കിട്ടുമോ? ഞാനിത് വായിച്ചു, കുറേ എഴുതി, പലരും കളിയാക്കി. പക്ഷേ ഈ പുസ്തകമാണ് എന്നെ ഇവിടെ നിർത്തിയത്, പലരെയും കാളും മുമ്പിലെത്തിയത്. എനിക്കിന്നൊരു നല്ല വലിയ വീട്ടിൽ പോയാൽ മാന്യതയോടെ ഫുഡ് കഴിക്കാൻ പോലും അറിയില്ല ഞാൻ. അതുകൊണ്ട് വളരെ മാറി നിൽക്കാറുണ്ട്. മാനേഴ്സോടെ ഫുഡ് കഴിക്കണം, ബുദ്ധിമുട്ടാണ്, പേടി. അവരുടെ വീട്ടിൽ ചെന്നാൽ എങ്ങനെ ഫുഡ് കഴിക്കണം? അവർക്ക് സ്പൂണും കമ്പിയും കോലും ഒക്കെ ഉപയോഗിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളാണെങ്കിൽ നാടൻ പ്രദേശം പോലെ വലിച്ചു വാരി തിന്നുന്നു. എനിക്ക് ഒരു വീട്ടിൽ ചെന്നാൽ ശരിക്കും പെരുമാറാൻ പോലും ശരിക്കറിയില്ല. എല്ലാവരും മാന്യതയോടെ ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ ഫുഡ് കഴിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പരമാവധി വലിയ വീടുകളിൽ പോകാറില്ല. എനിക്കറിയാം. പക്ഷെ ഞാൻ ഓർക്കുന്നു, എവിടെയോ കിടന്ന് എനിക്ക് എങ്ങനെയൊക്കെയോ ജീവിച്ച എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നത് ഏലിയായെ പോലെയാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെക്കാൾ മുമ്പിൽ നിന്നെ അല്ല എന്നെ അല്ല നമ്മളെ ദൈവത്തിന് നിർത്താൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു വഴിയില്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തോറ്റു, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തകർന്നു. അല്ല, നിന്നെ ഉയർത്താൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു നിമിഷം ആ കണ്ണുകൾ നടച്ച് എന്നിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുവാണ്. സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് പറഞ്ഞ അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റും. നന്മയ്ക്കാക്കി മാറ്റും. വിശ്വസിക്കുന്ന അങ്ങനെയെങ്കിൽ ഈ 2-ാം തീയതി ഇവിടെ വന്നത് എന്തോ നന്മയ്ക്കാണ്. ഓർക്കുന്ന വിധത്തിൽ ഒരു അനുഗ്രഹം വരും. ചെറിയ മേഘമായിട്ട് തോന്നും. ഇതൊരു ചെറിയ പ്രാർത്ഥനാലയമല്ലേ, ഈ പുള്ളി പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണോ പ്രസംഗം? ഇതൊക്കെയാണോ പാട്ട്? ഇതൊക്കെയാണോ ശുശ്രൂഷ? അത് ചെറിയ മേഘമാണ്, ചെറിയ മേഘമായി ആലയം. പക്ഷെ പെയ്തതോ ചാറ്റൽ മഴയൊന്നുമല്ല, പെയ്തത് വലിയ മഴയാണ്. ഈ നാട്ടിൽ മാത്രമല്ല ഈ മഴ പെയ്തത്, അത് പല രാജ്യങ്ങളിലും പെയ്തു, പല കുടുംബങ്ങളിലും പെയ്തു. കണ്ടതോ ചെറിയ ഒരു മേഘം. ചെറിയ മേഘമാണ് എന്ന് കണ്ട് അതിനെ ചെറുതായി കാണുമൊന്നും വേണ്ട. അതായിരിക്കും കുഞ്ഞെ നാളെ നിന്റെ മേലൊരു അനുഗ്രഹത്തിന്റെ വലിയ മഴ പെയ്യാൻ കാരണം. വലിയ മഴ. വലിയ മഴയുടെ സ്ഥാനത്ത് ഞാനൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. വലിയ അനുഗ്രഹം, വലിയ സൗഖ്യം, വലിയ വിജയം, വലിയ വിടുതൽ, വലിയ അഭിഷേകം ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ പെയ്യട്ടെ. വലിയ വിജയം തരട്ടെ. പാസ്പോർട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പേനയും പെൻസിലും ഒക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 10ാം ക്ലാസ് +1 +2 പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിന്ന് പറയുകയാ, പ്രാർത്ഥിച്ചു പറയുക, വലിയ അനുഗ്രഹം ഉണ്ടാവും. വലിയ മഴയായി അത് പെയ്യും, വലിയ മഴയായി അത് പെയ്യും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സോടെ നിന്നൊന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് ഒരു നിമിഷം ആ കരങ്ങളെ ഹൃദയത്തോട് വെച്ച്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വലിയൊരു മഴ പെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, അനുഗ്രഹത്തിന്റെ ഒരു വലിയ മഴ എൻ്റെ ജീവിതത്തിൽ പെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, അനുഗ്രഹത്തിന്റെ വലിയൊരു മഴ എൻ്റെ കുടുംബത്തിൽ പെയ്യണമെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ചെറിയ മേഘമായിട്ടൊക്കെ തോന്നിയാലും അത് അനുഗ്രഹത്തിന്റെ വലിയ വലിയ മഴയായി അത് പെയ്യട്ടെ. നമ്മുടെ ദേശത്ത് അത് വലിയ മഴയായി പെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ അത് മഴയായി പെയ്യട്ടെ. ശ്രദ്ധിച്ചേ, 5-10 മിനിറ്റ് വചനം പറഞ്ഞപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മഴയായി പെയ്തില്ലേ? എത്രയോ പേരുടെ ജീവിതങ്ങളെ അത് സ്വാധീനിച്ചില്ലേ? ആരും വലിയ പുള്ളികളൊന്നുമല്ല, എങ്കിലും വെറും ഒരു കളർ പെൻസിൽ മാത്രമാണ് ഇതെല്ലാം. വെറും ഒരു കളർ പെൻസിലാണ്. പക്ഷെ ആ കളർ പെൻസിലാണ് പല ജീവിതങ്ങൾക്കും കളർ നൽകിയത്, പല കുടുംബങ്ങൾക്കും കളർ നൽകിയത്. ഇപ്പം ഡിവോഴ്സ് ആകും, തകർന്നു പോകൂ എന്ന് പറഞ്ഞ ആൾ ഒരുമിച്ച് ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ആ കുഞ്ഞ് നല്ല വിജയത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. തകർന്നു പോയ പല വ്യക്തികളുടെയും ജീവിതത്തിന് കളർ പെൻസിൽ പോലെ, അതുകൊണ്ട് കളർ നൽകിയതുപോലെ കളർ നൽകിയ ഒരു സ്ഥലമാണിത്. ജീവിതത്തെ കളറാക്കിയത് ഈ പ്രാർത്ഥനയാണ്. ഒരു നിമിഷം എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒന്ന് അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിച്ചപ്പോ ഒരു മഴ പെയ്തു, ഒരു വലിയ മഴ പെയ്തു. വലിയ മഴ പെയ്തതുപോലെ ഒരു വലിയ അനുഗ്രഹം കാണുമ്പോൾ
കാണുമ്പോൾ പലരും പറയും ഇത് ചെറിയൊരു മേഘമല്ലേ, ഇത് ചെറിയൊരാൾ, ഇയാൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, ഇയാൾക്ക് അതിന് കഴിവുണ്ടോ, ഇയാൾക്ക് അതിന് വല്ലതും അറിയാവോ? കാഴ്ചയിൽ അത് ചെറിയ മേഘമാണെങ്കിലും അത് പെയ്യുന്നത് വലിയ മഴയായിട്ടായിരിക്കും, അത് അനുഗ്രഹമായിട്ടായിരിക്കും. ഒന്നിനെയും വില കുറച്ച് കാണരുത്, ഒന്നിനെയും വില കുറച്ച് കാണരുത്. ഒരു നിമിഷം കേട്ടേ, ചെറിയ മേഘമാ, ചെറിയ മേഘം. അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ പലരും കാണുന്നേ. പുള്ളിക്കതിന് എന്നെ വല്ല അറിയാവോ, പുള്ളിക്കതിന് പ്രാർത്ഥിക്കാൻ അറിയാവോ, പുള്ളിക്കതിന് പ്രസംഗിക്കാൻ അറിയാവോ, പുള്ളിക്കതിന് പാടാൻ അറിയാവോ, ഇതിൻ്റെ വല്ലോ കാര്യം ഗുട്ടൻസ് പുള്ളിക്കറിയാവോ? ചെറിയ മേഘമായിട്ടൊക്കെ തോന്നും, പക്ഷെ ചെറിയ മേഘവാ ഇവിടെ വലിയ മഴ പെയ്തത്. ഈ ആലയം ചെറിയ മേഘവാ, ഇവിടെ ശുശ്രൂഷിക്കുന്നവരും ചെറിയ മേഘമാ, പാടുന്നവനും ചെറിയ മേഘമാണ്. പക്ഷെ പെയ്യുന്നതോ ചെറിയ ചാറ്റൽ മഴയായിട്ടല്ല, അത് വലിയ മഴയായിട്ടാണ്. ഒന്ന് പാടാം. ചോദിച്ചതിലും നിനച്ചതിലും ഒന്ന് പാടിയേ. ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും പറഞ്ഞു. ഞാൻ ചോദിച്ചതിലും നിനച്ചതിലും ആഗ്രഹിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലേ എല്ലാം ഇടുന്നതും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലേ എല്ലാം ഇടുന്നതും അളവില്ലാതെ ഈ നിമിഷം വരെ, അളവില്ലാതെ ഈ നിമിഷം വരെ, ഈ നിമിഷം വരെ അങ്ങേ മാത്രമുയർത്തിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ, അങ്ങേ മാത്രമുയർത്തിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ഒന്ന് കരം ഉയർത്തി പറയുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒറ്റ വാക്ക് പറഞ്ഞ് വേഗത്തിൽ ആ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് വരുക. ആഹാബിനേക്കാൾ മുൻപേ. ഇതിനകത്ത് പുറകിലായിപ്പോൾ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. പുറകിലായിപ്പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. വിശ്വസിച്ചോ, ഏലിയ ആഹാബിന് മുൻപേ എത്തിയെന്നാണ്, മുമ്പിൽ കയറിയെന്നാണ്, ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തി. ദൈവാനുഗ്രഹം വരുമ്പം നിങ്ങൾ പലരുടെയും മുമ്പിൽ അഹങ്കരിക്കാതിരുന്നാൽ മതി, വലിയ പുള്ളിയാന്ന് കാണിക്കാതിരുന്നാൽ മതി, സിമ്പിളായിട്ടിരുന്നാൽ മതി, അഹങ്കരിക്കാതിരുന്നാൽ മതി. നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ വലിയ പുള്ളിയാണ്, നിങ്ങൾ ആരാന്നറിയുമോ, ആ ഗമയം കളഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ കാര്യത്തിൽ ശാന്തമായി നിന്നാൽ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളൂ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കൂടി വേഗത്തിൽ പറയുവാണ്. അതിൻ്റെ ജോടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പാടിയ ആ പാട്ടിൻ്റെ ശ്രേഷ്ഠമായൊരു പദവിയും മാന്യതയും നൽകി. അതിൻ്റെ ആ 4 ഞാനൊരു വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം, ദാനിയേലിൻ്റെ ഒരു ജീവിതചര്യ എഴുതിയിട്ടുണ്ട്. 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേലിൻ്റെ ഒരു സ്വഭാവമാണ് വായിക്കുന്നത്. മുഴുവൻ പറയാൻ സമയമില്ല, കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. 10-ാമത്തെ വാക്യം. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ, രേഖയിൽ രാജാവ് ദാരിയൂസ് രാജാവ് നിരോധനാജ്ഞയിൽ മുദ്ര വെച്ചു. ദാനിയേലിനെ കൊടുക്കാനുള്ളതാ. മുദ്ര വെച്ചു. മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി. ആര്? ദാനിയേൽ. അപ്പോൾ ദാനിയേലിനെതിരെ സ്ഥലത്തെ രാജാവ് എതിരാണ്. മന്ത്രിമാർ, കൂടെയുള്ളവർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, എല്ലാം എതിരാണ്. ഈ വ്യക്തിക്കെതിരെയാണ് ഇപ്പം നിരോധനാജ്ഞയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പുള്ളിയെ കൊടുക്കാനാണ്. ദാനിയേൽ വീട്ടിൽ പോയി, എന്നിട്ട് സ്വഭവനത്തിൽ പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ, അത് വായിച്ചേ, വീടിന്റെ മുകളിലത്തെ നിലയിൽ. അന്നത്തെ കാലത്ത് 2 നില വീട് ചില്ലറയാണോ?
വീടിൻ്റെ മുകളിലത്തെ നിലയിൽ. ഇന്നുപോലും ഒരു നില വീടേ ഉള്ളൂ പലർക്കും. എത്രയോ വർഷം മുമ്പ് ദാനിയേലിന് 2 നില വീട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 2ാം നിലയിൽ കയറിയെന്ന്. അപ്പോൾ എന്നാ പൈസയുള്ള ആളാന്ന് നോക്കി. അന്ന് ദാനിയേൽ വീടിൻ്റെ 2ാം നിലയിൽ കയറി. ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ആ 2ാം നിലയിൽ കയറി എല്ലാ ജനലും അങ്ങ് തുറന്നിട്ടു. എല്ലാ ജനലും തുറന്നിട്ടു. 2ാം നിലയിൽ കയറി. എന്നിട്ട് എന്ത് ചെയ്തു? താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ ദാനിയേൽ മുൻപ് ഇന്നലെ വരെ ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം, മാസത്തിലാണോ വർഷത്തിലാണോ ദിവസത്തിലാണോ? ദിവസേന ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം 3 നേരം മുട്ടിന്മേൽ നിന്ന് മുട്ടുമടക്കും. ജനലൊക്കെ തുറന്നിട്ട് വീടിൻ്റെ 2ാം നിലയിൽ കയറി. ദാനിയേൽ, അന്നത്തെ കാലത്ത് 2 നില വീടുള്ള ദാനിയേൽ ജനൽ തുറന്നിട്ട് മുട്ടേ നിൽക്കുകയാണ്. മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. 3 പ്രാവശ്യം. എങ്ങനെ നിന്നു? മുട്ടിന്മേൽ. ഈ വാക്യം ഈ 2026 മറക്കരുത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മുട്ടുകുത്താൻ പാടാണ്. എന്നാൽ ഓർത്തോ, 1 മിനിറ്റേലും മുട്ടുകുത്താൻ പറ്റുന്ന സമയത്ത് വ്യക്തിപരമായി ദൈവസന്നദ്ധിയിൽ മുട്ടുകുത്തിയാണോ പ്രാർത്ഥിക്കുന്നത്? ആരെല്ലാം വിചാരിച്ചാലും, ഇനി അസൂയാല് വിചാരിച്ചാലും, ഇനി തന്ത്രമുള്ളവൻ വിചാരിച്ചാലും, കൂടോത്രമുള്ളവൻ വിചാരിച്ചാലും, മന്ത്രം ചെയ്യുന്നവൻ വിചാരിച്ചാലും അവനെ മുട്ടുകുത്തിക്കാൻ പറ്റത്തില്ല. അവൻ രാഷ്ട്രീയക്കാരനാണേലും ശുശ്രൂഷകനാണേലും ഇനി ഏത് ബിസിനസ്സുകാരനാണേലും നമ്മളൊക്കെ മുട്ടുകുത്തി കാണാൻ പലർക്കും ആഗ്രഹമുണ്ട്. അയാളൊന്ന് തകർന്നിരുന്നെങ്കിൽ, അയാളൊന്ന് പൊട്ടിപ്പോയിരുന്നെങ്കിൽ, ആ കല്യാണം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ തോന്നുന്നു അങ്ങനൊന്നുമില്ല. അല്ല, ഭയങ്കര അസൂയുള്ള മനുഷ്യന്മാരുണ്ട്. പുറമേ ചിരിക്കുമെങ്കിലും അകം ശുദ്ധമല്ല. നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊന്ന് ഒടുങ്ങിക്കണ്ടാൽ മതിയായിരുന്നു, അവർ രക്ഷപ്പെടല്, അയാളുടെ ബിസിനസ് തകരണം, ഇങ്ങനെയൊക്കെ വീട്ടിൽ പറയുന്നവരുണ്ട്. ശുദ്ധമില്ലാത്ത മനുഷ്യരുണ്ട്. കാണാൻ എന്തോ ഒരു ഭംഗിയാണ് പുള്ളി, കാണാൻ ഭയങ്കര ഭംഗിയാണ്, പക്ഷേ മനസ്സ് കറുപ്പാണ്, കൊള്ളത്തില്ല, ഭയങ്കര അസൂയാണ്, ഉള്ളിൽ കടിക്കുന്ന പല്ലാണ്, തകർക്കാൻ നോക്കും. നമ്മളെ തകർക്കാൻ നോക്കുന്നവരെ തകർക്കാൻ പോയിട്ട് കാര്യമില്ല. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ എല്ലാം പതുക്കെ പതുക്കെ താന്നോളും. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിന് കിട്ടിയ അനുഗ്രഹം വായിക്കാം. 23-ാം വാക്യത്തിൻ്റെ അവസാനം, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്, റീസൺ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും, മനസ്സിലായില്ല, ഒരു പോറുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിലെങ്ങാനും പോകുമ്പം എവിടെയെങ്കിലും തട്ടിയാൽ അയ്യോ പോറിപ്പോയി, ചെറുതായിട്ട് മുറിഞ്ഞതിനാ പോറൽ എന്ന് പറയുന്നത്. ദാനിയേലിന് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ലെന്ന്. ഇതാരാ നോക്കിയപ്പം? സ്ഥലത്തെ രാജാവ് നോക്കി, പുള്ളിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോന്ന്. ഇതെവിടെ വീണ കാര്യമാണ് പറയുന്നത് അറിയാമോ? കുളത്തിച്ചാടിയ കാര്യമല്ല, പട്ടിണി കിടന്ന സിംഹത്തിൻ്റെ കൂട്ടിലാണ് ദാനിയേലിനെ ഇട്ടെ. സിംഹത്തെ അവിടുന്ന് കണ്ടാൽ തന്നെ നമ്മുടെ ജീവൻ പോവും. ഉപദ്രവിക്കുമൊന്നും ഇവിടെ, കാണുമ്പോൾ തന്നെ നമുക്ക് അറ്റാക്ക് വരും, അല്ലെ നമ്മൾ ബോധം പോവും, ജീവൻ പോവും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച പോലും ദേഷ്യത്തിലാണെങ്കിൽ നമുക്ക് പേടിയാണ് അതിനെ തൊടാൻ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ, ആ മൃഗം പോലും നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നെങ്കിൽ ആ കൂട്ടിലെ ഒരു പാത്രം എടുക്കാൻ നമുക്ക് പേടിയാണ്. ഇത് നായയുടെയോ പൂച്ചയുടെയോ കാര്യമല്ല, കാട്ടിലെ രാജാവ് സിംഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. രാജാവ് നോക്കി, ഈ പുള്ളിക്ക് ബോഡിക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ, സിംഹം ഉപദ്രവിച്ചോ, എന്നിട്ട് പറയുക ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. നിങ്ങൾ എവിടെയോ ആകട്ടെ, ഞാനും എവിടെയാകട്ടെ, നമ്മളെ സഹായിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒരു പോറൽ പോലും, ഏത് കുഴി വീണാലും, ഏത് പ്രശ്നത്തിൽ ചെന്നാൽ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, നാട്ടുകാരെതിരായാലും, ഒറ്റപ്പെട്ടു പോയാലും, തള്ളിക്കളഞ്ഞാലും, മോശം റിപ്പോർട്ട് അവതരിപ്പിച്ചാലും,
പുള്ളി മോശമാണെന്നങ്ങ് പറഞ്ഞാലും നിനക്കൊരു പോറൽ പോലും ഏക്കാതെ ആമേൻ. സംരക്ഷിക്കുന്ന, ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ടുണ്ട്, പുള്ളി ഒരു വലിയ ഇരുമ്പ് ചട്ട ധരിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏറ്റില്ലെന്നാണോ? താൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നോണ്ട്. ആമേൻ. ആ വാക്ക് മറക്കുവോ? കഴിവിൽ ആശ്രയിച്ചിരുന്നോണ്ടല്ല, ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് ഒരു പോറൽ പോലും. ഇതൊക്കെയല്ലേ നമ്മൾ എത്ര സ്ഥലത്ത് തകർന്നു പോകേണ്ടതായിരുന്നു. കാലിനെ വീഴ്ചയിൽ നിന്ന്, ജീവനെ മരണത്തിൽ നിന്ന്, കണ്ണിനെ കാത്ത് സംരക്ഷിച്ചില്ലേ? ഒരു പോറൽ പോലും ഏക്കാതെ, പറഞ്ഞേ, ഒരു പോറൽ പോലും ഏക്കാതെ ദൈവനെ കാക്കും. ആമേൻ. വിശ്വസിക്കുന്നു. ഒരു പോറൽ പോലും ഏക്കാതെ ഞാൻ ഇവിടെ എൻ്റെ ഭവനത്തിൽ യാത്ര ചെയ്യും. ഹല്ലേലൂയ. ഒരു പോറൽ പോലും എൻ്റെ കുടുംബത്തിൽ ആർക്കും വരത്തില്ല. ഒരു ദോഷവും എനിക്ക് വരികയില്ല. വിശ്വസിക്കുന്നു. അതാണ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. അതായത് എഴുതിയിരിക്കുന്നത്, ഒരു ദോഷവും എനിക്ക് വരികയില്ല, ആമേൻ. ഒരു തിന്മയും എനിക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കളഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ ഏറ്റത് നിങ്ങൾ എവിടെയാണ്? എല്ലാവരും എവിടെയൊക്കെയോ പോയി. ഇതെല്ലാം കളഞ്ഞോ? ഇത്ര പെട്ടെന്ന് കളഞ്ഞോ? ഇത് കളയരുത്, മടക്കരുത്, സൂക്ഷിച്ച് വയ്ക്കണം. എപ്പോഴേലും ഉപകാരം. ഞങ്ങളെ ഓർക്കും. ഇത് ഓർക്കുമ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇനി നമ്മൾ പാടാൻ പോകുന്നത് എന്താ ജോണ? എൻ്റെ പാട്ടിൻ്റെ വരികളെന്ന് പറഞ്ഞേ. ആ വാക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പാടി, വർഷം കഴിഞ്ഞപ്പോൾ പാടി. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ എന്നെ അനുഗ്രഹിക്കും. ഇതാര് തരുന്നതാ? അത് ദൈവം തരുന്ന. ജസബലിന് മുൻപേ, ആഹാബിന് മുൻപേ, ഹല്ലേലൂയ. പലരുടെയും മുൻപേ ആമേൻ. ഈ പ്രാർത്ഥിച്ച ഏലിയ അവിടെ എത്തി. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഇന്ന് ഒത്തിരി പേരുണ്ട്. എനിക്കെവിടെ എത്താൻ പറ്റിയില്ലല്ലോ, എൻ്റെ കാര്യമൊന്നും ശരിയായില്ലല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. മനസ്സ് വാടിപ്പോവല്ലേ. പലരെക്കാളും മുമ്പിലെത്താൻ നിന്നെ എത്തിക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. നിന്നെ ദൈവത്തിന് അവിടെ എത്തിക്കാൻ പറ്റും. ആമേൻ. ആമേൻ. നീ ഉഴപ്പി പോകാതിരുന്നാൽ മതി, നീ ദൈവത്തിൽ നകന്നു പോകാതിരുന്നാൽ മതി. ഈ പ്രാർത്ഥന ഒരു കളർ പെൻസിലാണ്. ഇത് കളർ പെൻസിലാണ്. ഈ പാട്ടും പ്രാർത്ഥന കളർ പെൻസിലാണ്. നിങ്ങളുടെ ജീവിതത്തിന് കളർ നൽകിക്കൊണ്ടിരിക്കുവാണ്. പ്രതീക്ഷയുടെ, അനുഗ്രഹത്തിൻ്റെ കളർ നൽകുന്നവരാണ് ഞങ്ങൾ. കണ്ണുകളൊക്കെ നടച്ചേ, എന്നിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ആമേൻ. ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. ഹല്ലേലൂയ. ഈ വർഷം ഞാൻ കേട്ട ദൈവിക സന്ദേശമായത്. ഇനി എല്ലാവരും കണ്ണുകൾ അടയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വീട് പണിയുന്ന പോലെ മക്കളെ പണിതെടുക്കണം, വളർത്തിയെടുക്കണം. നമ്മുടെ കടമയാണ്. നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും വെറും പച്ചയായ മനുഷ്യന്മാരാണ്. പക്ഷെ നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, കോഴിയെയും കുഞ്ഞിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാ നമ്മളിങ്ങനെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പറയുക? ചില കോഴിക്കുഞ്ഞുങ്ങൾ ആ തള്ളയുടെ അടുത്ത് നിന്ന് ഒറ്റയ്ക്ക് അപ്പുറത്തോട്ട് മാറി ചകയാൻ പോകും. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും കൂട്ടമായി തന്നെ തള്ളക്കോഴിയുടെ ഒപ്പം നിൽക്കും. ഒരു കുഞ്ഞ് മാത്രം ഇച്ചിരി മാറി നിന്ന് തിന്നുകയും ചകയുകയും ചെയ്യും. ഈ മാറി നിൽക്കുന്ന കുഞ്ഞിനെ നോക്കി, ദേ അപ്പുറത്തെ മരത്തിലൊരു കാക്ക ഇരിപ്പുണ്ട്, അപ്പുറത്തൊരു പരുന്തിരിപ്പുണ്ട്, ആ കല്ലിൻ്റെ ആ മരത്തിൻ്റെ പുറകിലൊരു കീരിയൊക്കെ ഇരിപ്പുണ്ട്. ഏതിനെ ലക്ഷ്യം വെച്ചാന്നറിയോ? ആ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ നോട്ടമിട്ട്. കോഴിയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, എന്തിനാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നേ? ആരും ഒറ്റപ്പെട്ടു പോവല്ല്. അവരെ നോക്കിയ പലതും അവനെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, കൂട്ടുകെട്ടിലൂടെ തകർക്കാൻ, മദ്യം കൊടുത്ത്, ചവയ്ക്കാൻ കൊടുത്ത്, രുചിക്കാൻ കൊടുത്ത്, വലിക്കാൻ കൊടുത്ത്, പുകയ്ക്കാൻ കൊടുത്ത് ഈ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതിനെയാ ഉന്നം വയ്ക്കുന്നേ. നമ്മളെല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തിക്കേ. ഒരാളെയും ഒരു കാരണത്താലും മാറ്റാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ. പൈസക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കാനല്ല പറഞ്ഞേ. പൈസയുള്ളവരുണ്ട്, വലിയ കാറേ വന്നവരുണ്ട്, ബസ്സേ വന്നവരുണ്ട്, നടന്നു വന്നവരുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരുപോലെയാണ്. ആരും വലിയവരും ചെറിയവരുമല്ല. എല്ലാവരും പ്രാർത്ഥിച്ചേ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ച് ഈ വർഷം
എനിക്ക് വീടില്ല, എനിക്ക് സൗകര്യങ്ങളില്ല, എൻ്റെ പിള്ളേർ എവിടെ എത്തിയിട്ടില്ല, കല്യാണം നടന്നിട്ടില്ല, പിള്ളേരായിട്ടില്ല, 100 കാര്യങ്ങൾ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യത, എല്ലാവരും പറഞ്ഞ് ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും ദൈവം എനിക്ക് തരും. എന്നെങ്കിൽ ഈ പാട്ടൊന്ന് കേട്ടെ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. അറിയാമെങ്കിൽ പാടിയേ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. നിനച്ചതിലും നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ. അത് സത്യമല്ലേ? നോക്കിക്ക്, കഴിഞ്ഞ കാലം ഓർത്താൽ ഇതിനൊന്നും ഒരു യോഗ്യത എനിക്കില്ല. കഴിഞ്ഞ കാലം ഓർത്താൽ ഇതിനൊന്നും ഒരു യോഗ്യതയെ നമുക്കില്ല. കഴിഞ്ഞ കാലം പാടിയേ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയനെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനനാ ഏഴയനെ എങ്ങനെ? ബലത്തോടെ നിർത്തിയല്ലോ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചൊരു നേർച്ച നേർന്നേ. എനിക്ക് കുടുംബമായി ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ പറ്റണം. എനിക്ക് നടക്കത്തില്ല, ശരിയാവില്ല, ഇതൊന്നും ശരിയാവില്ല, നീ രക്ഷപ്പെടില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ കിടക്കട്ടെ. നമ്മളിപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുകയാണ്. മനുഷ്യൻ പറഞ്ഞ വ്യർത്ഥ വാക്കുകളെ ധ്യാനിക്കുകയല്ല, ദൈവവാക്കുകളെ ധ്യാനിക്കുവാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ പറ. അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്, അവരവരുടെ ഐഡിയ പറഞ്ഞത്, അത് നിയമമല്ല. ദൈവം എന്നോട് പറഞ്ഞതാണ്, അവർ പറഞ്ഞതല്ല. ദൈവം എന്നോട് പറഞ്ഞത്, ദൈവം എന്നോട് പറഞ്ഞത് തീർച്ചയായും നിനക്ക് നല്ല ഒരു ഭാവി ഉണ്ടെന്നാണ്. മനുഷ്യർ പറഞ്ഞു നീ രക്ഷപ്പെടൂല, ഗതി പിടിക്കില്ലെന്നൊക്കെയാണ്. അതൊക്കെ അത് പാഴ്വാക്ക, വേസ്റ്റ് കടലാസ് പോലെ അത് കീറിക്കള. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നേ എനിക്ക് കുടുംബമായി ഇവിടെ വരാൻ പറ്റണം. കുടുംബമായി എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം. അതുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചേ. നാനും എൻ വീടും എൻ വീട്ടാർ അനൈവരും ഒയാമൽ നன்றி സൊൽവോ. ഞാനും എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും വരും. ഒയാമൽ നன்றி സൊൽവോ. ഒരുമിച്ച് വരും ദൈവത്തോട് നന്ദി പറയാൻ. നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നன்றி സൊൽവോ. നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നன்றி സൊൽവോ. എന്താ പാടിയെന്നറിയോ? നാനും എൻ വീടും എൻ വീട്ടാറനൈവരും, എൻ്റെ വീട്ടുകാരെല്ലാം കൂട്ടി ഞാൻ വരും. ഒയാമൽ നன்றி സൊൽവോ. ഇനി പാടുന്നതെന്ന് അറിയാമോ? ഒരു കറു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി എന്ന് പറഞ്ഞാൽ, ഒരു കറു പോലെ എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ ഒരു സ്ത്രീ, ഒരമ്മ തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെ കരുതുന്നൊരു കരുതലുണ്ട്. ഏതു തിരക്കിലും എന്തു പ്രതികൂലം വന്നാലും ഉദരത്തിൽ ഒരു കുഞ്ഞുള്ള ഒരമ്മ വളരെ ശ്രദ്ധിച്ചേ നടക്കത്തുള്ളൂ. എത്ര തിരക്കിലും വളരെ കെയർഫുള്ളായിരിക്കും. പാട്ട് പറയുവാണ്, ഒരു കറു എന്ന് പറഞ്ഞാൽ ഗർഭിണി എന്നാണ് അർത്ഥം. ഒരു കറു പോലെ കാത്തീരേ നன்றി. ഉദരത്തിലെ ഒരു കുഞ്ഞിനെ ഒരമ്മ, അങ്ങനെ അതിൻ്റെ അർത്ഥം, ഒരമ്മ കരുതുന്നത് പോലെ എന്നെ കരുതുന്നതിന് നന്ദി. എന്നെ സിതയാമൽ സുമന്തീരേ നன்றി, എന്നെ തോളത്ത് വഹിച്ച് ചുമന്ന ദൈവമേ നന്ദി. അത്രയൊന്ന് അറിയാവുന്നത് പോലൊന്ന് പാടി ആദ്യം തൊട്ട്
நானும் என் வீடும் என் வீட்டாரனைவரும் ஓயாமல் நன்றி சொல்வோம். പറഞ്ഞു. நானும் என் வீடும் என் வீட்டாரனைவரும் ஓயாமல் நன்றி சொல்வோம். ഒരു കറുപോലെ കാത്തീരേ നന്ദി. പിന്നെയോ എന്നെ സിതയാമൽ സുമന്തീരേ നന്ദി. പറയുമോ? ഒരു കറുപോലെ കാത്തീരേ നന്ദി. എന്നെ സിതയാമൽ സുമന്തീരേ നന്ദി. അതുകൊണ്ട് എബിനേശ്വരേ എബിനേശ്വരേ ഇന്നാൾ വരെ സുമന്തവരേ. എബിനേശ്വരേ എബിനേശ്വരേ എന്നിനായി ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി. இதயத்தின் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி. கருപോലെ കാത്തീരേ നന്ദി. ഇരിക്കാം. ഹല്ലേലൂയ. തമിഴാണേലും കുറേ പേര് പാടിയല്ലോ. നിങ്ങൾ ഒത്തിരി പേര് തമിഴൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ. വളരെ സന്തോഷം. നമുക്ക് പ്രാർത്ഥിക്കാം.